പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ചിലരുടെ ജീവിതമാണത്. എത്ര നാളായി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി മക്കളെ ഓർത്ത് നിലവിളിക്കാൻ തുടങ്ങിയിട്ട്. ചിലരിൽ നിന്ന് ലഹരിയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടില്ല, രോഗഭാരങ്ങൾ വിട്ടുപോയിട്ടില്ല, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നടന്നിട്ടില്ല, വിവാഹം നടന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, പരിഹാസം മാറിയിട്ടില്ല, ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് ഒന്നും നടന്നിട്ടില്ല. എത്ര നാളായി കർത്താവേ. ചിലരിങ്ങനെ പറയും, കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയ കണ്ണുനീരാണ്, ജനിച്ച് അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ്, സ്വസ്ഥത എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല. എത്ര നാൾ കർത്താവേ. ഒരു പുതിയ പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് പുതിയ പ്രവൃത്തി? അത് പഴയ നിയമം കണ്ടില്ല, അത് പുതിയ നിയമത്തിലാണ് പുതിയ പ്രവൃത്തി ഉണ്ടായത്. എന്താണ് പുതിയ പ്രവൃത്തി? ദൈവം ചെയ്ത ഒരു പുതിയ പ്രവൃത്തി പഴയ നിയമത്തിൽ ഇല്ലാത്തതും പുതിയ നിയമത്തിൽ ഉള്ളതുമായ ഒരു പ്രവൃത്തി ഉണ്ട്. അതേതാണെന്ന് അറിയാമോ? നിനക്ക് ഇഷ്ടപ്പെടാത്തൊന്ന് കേട്ടാൽ നീ കോപാകുലനാകും, നീ പ്രസംഗം കേൾക്കുന്നതിന് ഇറങ്ങിപ്പോകും, അടുത്ത ആഴ്ച തൊട്ട് നീ വരികയില്ല, നീ എതിര് പറയും, നീ മാറി നിന്നിട്ട് എഴുതിയിടാൻ തുടങ്ങും, ഫേസ്ബുക്കിലും വാട്സപ്പിലും എഴുതിയിടാൻ തുടങ്ങും. നിനക്ക് എതിർപ്പ് വരുന്ന ഓരോന്നിനെയും നീ പുച്ഛത്തോടെ കാണാൻ തുടങ്ങും. കാരണം സുവിശേഷം നിന്നെ മുറിപ്പെടുത്തുന്നില്ല, സുവിശേഷം നിന്നെ മാനസാന്തരപ്പെടുത്തുന്നില്ല, സുവിശേഷം നിന്റെ പാപത്തെ കഴുകാൻ നിന്നെ സഹായിക്കുന്നില്ല. പകരം സുവിശേഷം നിനക്കൊരു ഇമ്പം കേൾക്കുന്ന, ഒരു ഗാനമേള കേൾക്കുന്ന, ഒരു മിമിക്സ് പരേഡ് കാണുന്ന, ഏതോ ഒരു ചടങ്ങ് കാണുന്ന കേവലമായ ഒന്നുപോലെ അധപതിച്ച് കിടക്കുക. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നുള്ളൂ, പാപിയെ വെറുക്കുന്നില്ല. പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയൊരു ആവലാതി പറയുകയാണ്. ഇപ്പോൾ ഹബക്കൂക്കിൻ്റെ മാനസികാവസ്ഥ വളരെ തകർന്നു വരികയാണ്. ഹബക്കൂക്കിന് ഒരു സമാധാനവും ഇല്ല. കാരണം ഈ ബന്ധനത്തിൻ്റെ നാളുകളിൽ, ബാബിലോണിയ അധികാരികളുടെ ബന്ധനത്തിൽ, ഈ കൽദയ പീഡനത്തിൽ ഇസ്രായേൽ ജനം കിടക്കുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, പ്രവാചക, നീ പറഞ്ഞ ഈ യഹോവ എപ്പോഴാണ് ഈ പ്രാർത്ഥന കേൾക്കുക? എത്ര നാളായി ഞങ്ങളിങ്ങനെ ഞെരുങ്ങുന്നു, വീട്ടിൽ സ്വസ്ഥതയില്ല, മക്കളെല്ലാം തടവറയിലാണ്, പലരെയും ഈ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി തടവറയിൽ കിടക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായ ഒരു അവകാശങ്ങളും കിട്ടുന്നില്ല, സ്വസ്ഥതയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, എപ്പോഴിത് കിട്ടും? നെടുവീർപ്പ് നിലവിളിയുമാണ് ഇസ്രായേലിന്. ഇതെല്ലാം വന്ന് പറയുന്നത് ഹബക്കൂക്ക് പ്രവാചകനോടാണ്. പ്രവാചകൻ ആ നാളുകളിൽ ദൈവനാമത്തിൽ ഇവരെ ആശ്വസിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പ്രവാചകന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. പ്രവാസത്തിൽ കിടക്കുന്ന ഈ ജനം, പ്രതിസന്ധിയിൽ കിടക്കുന്ന ഈ ജനം, അവരുടെ നിലവിളിക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ പ്രവാചകൻ ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ചു, കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും. ഓരോരുത്തരും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഹബക്കൂക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി കരയും. തൻ്റെ മുമ്പിൽ വന്ന ജനത്തിന് വേണ്ടി ഹബക്കൂക്ക് നിലവിളിക്കും. പിറ്റേ ആഴ്ച അവർ വന്നിട്ട് പറയും, ഒന്നും ആയില്ല കേട്ടോ. എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഈ നാട്ടിൽ അങ്ങയുടെ നാമം പ്രവചിച്ച് പ്രവാചക വൃത്തി കഴിച്ച് അഹോവൃത്തി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ജനം എന്നെ കാണുന്നത് ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ പരിചയപ്പെടുത്തുന്ന, ഞാൻ പരിശീലിപ്പിക്കുന്ന പ്രാർത്ഥന, ഭക്തി, പ്രവചനങ്ങൾ, ദൈവനാമം, ദൈവശക്തി എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത്. പക്ഷെ റിസൾട്ട് ഇല്ല. എത്ര നാൾ ഈ അക്രമം സഹിക്കണം? എത്ര നാൾ ഞാൻ കരയണം? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് എന്തുകൊണ്ട് അങ്ങ് ഇടവരുത്തുന്നു? ഇത് വിട്ടുമാറുന്നില്ല. തിന്മയും ദുരന്തവും വിട്ടുമാറുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, കഷ്ടതകളും പ്രയാസങ്ങളും തന്നെ. നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുമ്പിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. രണ്ട് പ്രതിസന്ധി. ശക്തിയുള്ളവൻ മത്സരിക്കുന്നു, പണമുള്ളവൻ മത്സരിക്കുന്നു, നിസ്സഹായം തോറ്റുകൊണ്ടിരിക്കുന്നു. കലഹം, ദൈവപ്രവൃത്തി ഒന്നും നടക്കുന്നില്ല. നിയമം നിർവീര്യമാക്കപ്പെടുന്നു. നിയമമുണ്ട്,
ഇതിനൊക്കെ വേണ്ടി നിയമം ക്രമീകരിച്ചിട്ടുണ്ട്. സാധുവിന് ജീവിക്കാൻ, ബലഹീനന് ജീവിക്കാൻ എല്ലാം നിയമമുണ്ട്. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. അടുത്തത്, ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമായി പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര നാൾ കർത്താവേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹബക്കൂക്കിന്റെ കൂടെയുള്ള ജനവും മടുത്തു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ചിലരുടെ ജീവിതമാണത്. എത്ര നാളായി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി മക്കളെ ഓർത്ത് നിലവിളിക്കാൻ തുടങ്ങിയിട്ട്. ചിലരിൽ നിന്ന് ലഹരിയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടില്ല, രോഗഭാരങ്ങൾ വിട്ടുപോയിട്ടില്ല, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നടന്നിട്ടില്ല, വിവാഹം നടന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, പരിഹാസം മാറിയിട്ടില്ല, ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ല. എത്ര നാളായി കർത്താവേ. ചിലരിങ്ങനെ പറയും, കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയ കണ്ണുനീരാണ്, ജനിച്ച അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ്, സ്വസ്ഥത എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല. എത്ര നാൾ കർത്താവേ. ഹബക്കൂക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിലവിളിക്കുകയാണ്, എത്ര നാൾ എൻ്റെ യഹോവേ, ഇതിൻ്റെ ഒരു അറുതിയില്ലേ, ഇതിനൊരു മാറ്റമില്ലേ? ദൈവത്തിന്റെ മറുപടി 5-ാം തിരുവചനം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവീൻ. അടുത്തത് വായിച്ചേ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ വാക്ക്, പറഞ്ഞാൽ. അതിന്റെ അഭിഷേകം ദൈവം നമുക്ക് തരട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എപ്പോൾ ഞാൻ ചെയ്യുന്നു? നിങ്ങളുടെ നാളുകളിൽ, നിങ്ങളുടെ ഈ നാളുകളിൽ, നിങ്ങളുടെ ഈ ജീവിതത്തിൽ. നിങ്ങൾ മൺമറഞ്ഞു പോയിട്ടല്ല, നിങ്ങളുടെ ജീവിതം എല്ലാം തീർന്നിട്ടല്ല, നിങ്ങളുടെ ഈ നാളുകളിൽ വിജാതിയുടെ ഇടയിൽ അവർ അത്ഭുത സ്തബ്ധരാകും. പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ഞാനിതാ നിങ്ങളുടെ ഇടയിൽ ചെയ്യുന്നു. നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യും. ഇത് വിശ്വസിക്കുക. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ, ആമേൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ, നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യും. വിശ്വസിക്കുന്ന മക്കൾ ദൈവതിരുസന്നിധിയിൽ പ്രാപിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ദൈവം ചെയ്യും, എൻ്റെ ദൈവം ചെയ്യും. അവൻ മതിയായവൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതാ ഞാൻ തിക്തവും വേഗമേറിയതുമായി കൽദായ ജനത ഇളക്കി വിടുന്നു. ചിന്തിക്കാത്ത തലത്തിൽ ഈ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ചില മേഖലകളിലേക്ക് നോക്കി നമ്മൾ വിചാരിക്കും, എങ്ങനെ? അത്ഭുതപ്പെട്ടു പോകും. ഞാൻ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്ത് യോഗ്യതയുണ്ടായിട്ടാണ്, എങ്ങനെ സംഭവിച്ചു ഇത്, എങ്ങനെ നടന്നു ഇത്? മാറി നിന്നിട്ട് നമ്മളൊരു ചെറിയ വാക്കിൽ ഒതുക്കും, അത്ഭുതം അല്ലാണ്ട് എന്താ. എൻ്റെ കൂടെ പഠിച്ച ചില കൂട്ടുകാരെന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എടാ നീ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടല്ലേ? എങ്ങനെ? അപ്പം ഞാൻ പറയും, അത്ഭുതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ ദൈവം നമ്മളെ വാഴ്ത്തും. ഒരു പുതിയ പ്രവൃത്തി ചെയ്യും. ഞാൻ വേറൊരു കാര്യമാണ് പറയാൻ വന്നത്. എന്താണ് ഈ പുതിയ പ്രവൃത്തി? നമ്മൾ പുതിയ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കും. ഇതല്ല. പുതിയ പ്രവൃത്തി എന്ന ഹബക്കൂക്കിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. അത് ഇസ്രായേലിനോടാണ് പറഞ്ഞത്, ഒരു പുതിയ പ്രവൃത്തി ഞാൻ ചെയ്യും. പുതിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കാണാത്ത പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആരും കാണാത്തത്. പുതിയ കാർ ആരും ഉപയോഗിക്കാത്തതിൻ്റെ അർത്ഥം. പുതിയ ഷർട്ട് ഇതുവരെ ആരും ഇട്ടിട്ടില്ല. പുതിയ പ്രവൃത്തി ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. ഒരു പുതിയ പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് പുതിയ പ്രവൃത്തി? അത് പഴയ നിയമം കണ്ടില്ല. അത് പുതിയ നിയമത്തിലാണ് പുതിയ പ്രവൃത്തി ഉണ്ടായത്. എന്താണ് പുതിയ പ്രവൃത്തി? ദൈവം ചെയ്ത ഒരു പുതിയ പ്രവൃത്തി, പഴയ നിയമത്തിൽ ഇല്ലാത്തതും പുതിയ നിയമത്തിലുള്ളതുമായ ഒരു പ്രവൃത്തിയുണ്ട്. അതേതാണെന്ന് അറിയാമോ? ദൈവം ചെയ്ത ഒരു പുതിയ പ്രവൃത്തി. രോഗസൗഖ്യം, അത് പഴയ നിയമത്തിലുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കൽ, അത് പഴയ നിയമത്തിലുണ്ട്. അപ്പം വർദ്ധിപ്പിക്കൽ, അത് പഴയ നിയമത്തിലുണ്ട്. അടയാളങ്ങൾ ഓരോന്നും പഴയ നിയമത്തിലുണ്ട്. പ്രകൃതിയെ നിശ്ചലമാക്കുക, പഴയ നിയമത്തിലുണ്ട്. ആഹാബിന്റെ ഘടികാരത്തെ നിശ്ചലമാക്കി. യോശുവ സൂര്യചന്ദ്രന്മാരെ നിശ്ചലമാക്കി. ഏലിസായുടെ കബറിങ്കിൽ വീണ മൃതശരീരം ജീവൻ വെച്ചു. വിധവയുടെ മരിച്ച കുഞ്ഞ് എഴുന്നേറ്റു. പഴയ നിയമത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു പുതിയ കാര്യം, അത് പുതിയ നിയമത്തിൽ നടന്നൊരു കാര്യമാണ്. പുതിയ നിയമത്തിൽ മാത്രം നടന്നതും പഴയ നിയമത്തിൽ നടക്കാത്തതുമായ ഒരു പ്രവൃത്തിയുണ്ട്. അതെന്തെന്നറിയോ? അശുദ്ധാത്മാവിനെ ബന്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നടക്കാത്തതും പുതിയ നിയമത്തിൽ നടന്നതുമായ ഒന്നാണ്. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. അത് പഴയ നിയമം കണ്ടിട്ടില്ല.
ഇപ്പൊ പഴയ നിയമത്തിൽ അശുദ്ധാത്മാക്കൾ എന്താ ചെയ്തത്? പഴയ നിയമ ജനത അശുദ്ധാത്മാക്കളെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തികളെ കൈകാര്യം ചെയ്തു. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. നീ പുതിയ നിയമത്തിൽ ജീവിക്കുന്നോ, പഴയ നിയമത്തിൽ ജീവിക്കുന്നോ? പുതിയ നിയമത്തിൽ ജീവിക്കുന്നവർ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയല്ല, ആ അരൂപിയെ കൈകാര്യം ചെയ്യും. പഴയ നിയമത്തിൽ ജീവിച്ചവർ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. മോവാബ്യർ, കാനാന്യർ അശുദ്ധാത്മാവ് ബാധിച്ചവരാണ്. കുഞ്ഞടക്കം സകലരെയും കൊന്നുകളഞ്ഞേക്കുക, കൊല്ലുക. കുഷ്ഠരോഗി അശുദ്ധാത്മാവ് ബാധിച്ചവനാണ്, പാളയത്തിന് പുറത്ത് കല്ലെറിഞ്ഞ് ദൂരെ കളയുക. മാനസിക രോഗി അശുദ്ധാത്മാവ് ബാധിച്ചവനാണ്, കല്ലെറിഞ്ഞ് കൊല്ലുക. വ്യഭിചാരത്തിൽപ്പെട്ടവൻ അശുദ്ധാത്മാവ് ബാധിച്ചവനാണ്, എറിഞ്ഞ് കൊല്ലുക. പഴയ നിയമം. പഴയ നിയമത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ അവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പുതിയ നിയമത്തിൽ യേശു അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ ചേർത്ത് പിടിച്ചു, ദുരരൂപിയെ ശാസിച്ചു. ചോദ്യം നമ്മളോടാണ്, നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ദൈവം നമ്മുടെ അരികിൽ നിർത്തുന്ന ചില മനുഷ്യരുണ്ട്. അപ്പൊ നമ്മൾ പറയും അശുദ്ധാത്മാവ് ബാധിച്ചതാണ്, അകറ്റി നിർത്തുമോ? അവരുടെ അശുദ്ധി അകറ്റി നിർത്തുമോ? ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നുള്ളൂ, പാപിയെ വെറുക്കുന്നില്ല. പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ പ്രവൃത്തി ചെയ്യാനാണ് കർത്താവ് വന്നത്. എന്താണ് കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള കടന്നുവരവിൻ്റെ പ്രധാന ഉദ്ദേശം? അത് ലൂക്കോസിന്റെ സുവിശേഷം 4:18 യേശു ഈ വിളംബരം നടത്തുന്നത്. യേശു ക്രിസ്തു യോർദാൻ നദിയിൽ നിന്ന് മാമോദീസ കഴിഞ്ഞ് കയറിയപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അതിൻ്റെ പേരാണ് നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് വളരെ പ്രസിദ്ധമായ രീതിയിലാണ് അത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ആരോടെങ്കിലും നസറേത്ത് മാനിഫെസ്റ്റോ എന്താണ് എന്ന് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം പറഞ്ഞേക്കണം, ലൂക്കോസ് 4:18 ഞങ്ങൾക്കറിയാം. അതാണ് നസറേത്ത് മാനിഫെസ്റ്റോ. എന്താണ് ലൂക്കോസ് 4:18? വായിച്ചു നോക്കിയേ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്കു കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ 2 വാക്യങ്ങളേ ഉള്ളൂ. 18-19 വചനങ്ങൾ, 2 വചനങ്ങൾ. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഇതിനാണ്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കുക. ഇത് യേശു ഉണ്ടാക്കി പറഞ്ഞതാണോ? ഒന്ന് ആലോചിച്ചിട്ട് സുന്ദരമായ ചില വാക്കുകളെല്ലാം കൂട്ടിയിണക്കി പറഞ്ഞതാണോ? അല്ല. ഇസ്രായേൽക്കാരൻ്റെ പ്രതീക്ഷയാണത്, യഹൂദിന്റെ പ്രതീക്ഷയാണത്. യഹൂദനോട് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മശിഹ വന്നാൽ എന്താണ് സംഭവിക്കുക? മശിഹ വരുന്നതിന്റെ അടയാളം ഇത് യെശയ്യാ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഏകദേശം 600ഓളം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്റെ കാതുകളിലേക്ക്, ഇസ്രായേൽക്കാരന്റെ കാതുകളിലേക്ക്, വിശ്വാസിയുടെ കാതുകളിലേക്ക് മശിഹ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 61-1 ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും, ഹൃദയം തകർന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നവൻ. മശിഹ വന്നാൽ സംഭവിക്കുന്ന അവർക്കറിയാം. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതർക്ക് ഒരു സദ്വാർത്തയുമായിട്ടായിരിക്കും അവിടുന്ന് വരുന്നത്. ഓരോ യഹൂദനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആരാണ് മശിഹ? മശിഹ വരുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ അടയാളം, വിഷമിച്ചിരിക്കുന്നവർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയുമായിട്ട് ആൾ വരും. അവർ വിചാരിച്ചു യെരൂശലേം ദേവാലയത്തിന്റെ മിനാരങ്ങളിൽ ഏറ്റവും വലിയ മിനാരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് മിന്നൽ പോലെ മശിഹ ഇറങ്ങി വരും. ഒരു വലിയ സദ്വാർത്തയുമായിട്ടായിരിക്കും വരിക. ആ വാർത്തയിലെ ഒന്നാമത്തെ കാര്യം, ഹൃദയം തകർന്ന സകല മനുഷ്യരെയും അവൻ ആശ്വസിപ്പിക്കും. അടുത്തത്, തടവുകാർക്ക് മോചനവും. ഇതായി വിജാതീയ രാജാക്കന്മാർ ദൈവജനത്തെ തടവറയിലാക്കിയിരിക്കുകയാണ്. പലരും തടവറയിലാണ്. ഇപ്പോൾ പുതിയ നിയമത്തിൽ റോമാക്കാരുടെ തടവറയിലാണ് പല വീട്ടിലെ മക്കൾ. പലരും റോമ ഗവൺമെന്റിന്റെ അടിമകളാണ്, അടിമ വേല ചെയ്യുകയാണ്. റോമൻ തടവറയിൽ കിടക്കുന്ന അനേക യഹൂദന്മാരുണ്ട്. ഇപ്പോൾ വിചാരിച്ചു മശിഹ വന്നാൽ സംഭവിക്കുന്നത് തടവിൽ കിടക്കുന്നവർക്ക് വിമോചനം കിട്ടും. അടുത്തത്, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം. പലരും പല മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, പല കാരണങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിലില്ല. പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചില നിയമബന്ധനങ്ങൾ അവരുടെ മേൽ കിടക്കുകയാണ്. ആ ബന്ധനങ്ങളെല്ലാം മാറി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. അടുത്തത്, കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ കർത്താവിന്റെ കൃപാവത്സരം, ആഘോഷം. യെരൂശലേമിൽ പണ്ട് ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന സ്വർഗീയ ഉത്സവങ്ങൾ നടക്കാൻ തുടങ്ങും. കൃപാവത്സരങ്ങൾ, കൃപയുടെ ആഘോഷം, ഉത്സവം. ഞങ്ങളുടെ ദൈവാലയങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആഘോഷങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. കർത്താവിന് പ്രീതികരമായ കൃപാവത്സരങ്ങളും. അടുത്തത്,
നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും. എന്നതാ? അവിടെ എത്തുമ്പോൾ നമ്മുടെ ട്യൂണൊന്ന് മാറ്റണം, എന്നാലേ മനസ്സിലാവുള്ളൂ. എന്നതാ? നമ്മുടെ കർത്താവിൻ്റെ പ്രതികാര ദിനം. ആരോട് പ്രതികാരം? ഞങ്ങളെ ഇങ്ങനെ ആക്കിയവരോടുള്ള കർത്താവിൻ്റെ പ്രതികാര ദിനം വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ബന്ധനങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും കാരണമാക്കിയവരോട്, ഞങ്ങളുടെ കഷ്ടതയുടെ കാരണങ്ങളോട് പ്രതികാരം ചോദിക്കാൻ ദൈവം വരും. മശിഹ വന്നാൽ ഈ പ്രതികാരത്തിന്റെ ദിനം. അടുത്തത്, വിലപിക്കുന്നവർക്ക് സമാശ്വാസം. അങ്ങനെ കരയുന്നവർക്ക് സമാശ്വാസം. കണ്ടോ, ഈ പ്രതികാരം നടക്കുമ്പോൾ, ഞങ്ങളെ കരയിപ്പിച്ചവരുടെ പ്രതികാരം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരാശ്വാസം. ഇങ്ങനെ ഒരു മശിഹായെ കാത്തിരിക്കുകയാണ്. അപ്പോഴിതാ യോർദാൻ നദിയിലെ സ്നാനം കഴിഞ്ഞ് യേശു വന്നു കഴിഞ്ഞിട്ട് തൻ്റെ മാനിഫെസ്റ്റോ വിളംബരം ചെയ്തു. അപ്പോൾ പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം പറയാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് ഇത് വായിച്ചപ്പോൾ പ്രതികാര ദിവസം എന്നത് അത് വായിച്ചില്ല. ഉണ്ടോ? ലൂക്കോസിൽ, നിങ്ങളുടെ വേദപുസ്തകത്തിലുണ്ടോ? അത് ഉണ്ടോ? കർത്താവിൻ്റെ പ്രതികാര ദിവസം അത് കർത്താവ് വായിച്ചില്ല. പുസ്തകം അടച്ച് ശുശ്രൂഷകരെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. കഴിഞ്ഞു. കർത്താവ് ഇതിങ്ങനെ സുന്ദരമായിട്ട് അങ്ങ് വായിച്ചു പറഞ്ഞു. പുസ്തകം അടച്ചു. അപ്പൊ തന്നെ ശുശ്രൂഷക്കാരൻ വന്നു, അത് വാങ്ങി. അവരിരുന്നു, അവനും ഇരുന്നു. ഇനിയോ? സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവന്റെ നേരെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ ഇനി എന്തുവാ പറയാൻ പോകുന്നത്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ വളരെ വാത്സല്യത്തോടെ അവന്റെ അധരങ്ങളിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്തിൽ പറഞ്ഞ സകല കാര്യങ്ങളും നിങ്ങളുടെ മേൽ നിറവേറി. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതൽ, ദരിദ്രരോട് സുവിശേഷം, കർത്താവിൻ്റെ കൃപാവത്സരം. ഇതുവരെ അനുഭവിക്കുകയാണ്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന പോലെയല്ല. കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് ഈ അക്ഷരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം ഓരോ വാക്കും ഓരോന്നും അവർ അഭിഷേകമായിട്ട് ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ തന്നെ തോന്നി, കൊള്ളാലോ, കയറുന്നുണ്ട് പെട്ടെന്ന് ഉള്ളിലേക്ക്. അടുത്തത്, എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും. അതാണ് സംഭവിച്ചത്. അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അതിങ്ങനെ സ്വീകരിച്ചു. എന്നിട്ട് ഒരാൾ അടുത്തിരുന്ന ആളോട് പറഞ്ഞു, കൊള്ളാം കേട്ടാ. എന്നാ പറഞ്ഞേ? കൊള്ളാം കേട്ടോ. നമ്മളങ്ങനെ പറയാറുണ്ടോ? അല്ലേ? കൺവെൻഷനൊക്കെ ചെന്ന് നല്ല പ്രസംഗമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളാമായിരുന്നു പറയാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയോ? കൊള്ളാമായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട് കൊള്ളായിരുന്നു. കൊണ്ടില്ല. കൊള്ളാൻ ഞങ്ങൾ സമ്മതിച്ചില്ല, ഇച്ചിരി അങ്ങ് മാറിയിരുന്നു, അതിലങ്ങോട്ട് പോയി. നമുക്കിട്ട് കൊള്ളാൻ നമ്മൾ സമ്മതിക്കില്ല. കൊള്ളാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, അവനെ പ്രശംസിച്ച് പറഞ്ഞു, കൊള്ളായിരുന്നു. അല്ല, എന്ത് രസാ കേൾക്കാനല്ലേ? അവൻ്റെ ആ സംസാരത്തിൻ്റെ ട്യൂണ്, ആശയങ്ങളുടെ പങ്കുവെക്കൽ കൊള്ളാമായിരുന്നു. അവരെല്ലാവരും അവനെ പ്രശംസിച്ച് പറഞ്ഞു. അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഒന്ന്, അവർ നല്ല മാർക്കിട്ടു പ്രസംഗത്തിന്. ഇന്നലെ ഞങ്ങളുടെ ശാസ്ത്രി പ്രസംഗിച്ചു, പരീശൻ പ്രസംഗിച്ചു, സദൂക്യൻ പ്രസംഗിച്ചു. ഇന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് പ്രസംഗിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. ഒരു പുതിയ സബ്ജക്റ്റ്, ഒരു പുതിയ ശൈലി. കേൾക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കുളിർ ഇങ്ങനെ ഉണ്ടാവുകയാണ്. എന്തൊരു സാധനം ഉള്ളിൽ ഇങ്ങനെ പൊട്ടുകയാണ്. കൊള്ളായിരുന്നു. 2, അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. എവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നു? എന്തൊരാഴമാണ്, എന്നെ പ്രസംഗം അല്ലേ? അവർ അത്ഭുതപ്പെട്ടു. അവൻ്റെ കഴിവ് കണ്ടവർ അത്ഭുതപ്പെട്ടു. അവനെ പ്രശംസിച്ചു. 2 കാര്യങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഓഡിയൻസിൽ സംഭവിച്ച 2 കാര്യങ്ങൾ. 1, അവർ പറഞ്ഞു, നല്ല പ്രസംഗം, നാളെയും വരും ഞങ്ങൾ കേൾക്കാൻ, നല്ല പ്രസംഗം. 2, ഞങ്ങൾ ഇന്ന് വരെ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, എന്താ അത്? അത്ഭുതപ്പെട്ടു പോയി അവർ. 1, അവർ അത്ഭുതപ്പെട്ടു, അവൻ്റെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടു. 2, അവൻ്റെ വാക്കുകളെ അവർ പ്രശംസിച്ച് പറഞ്ഞു. അടുത്തത്, ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. എന്നിട്ട് അവർ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇത് ആരാ? ഉറക്കെ പറ.
അങ്ങനെ പറയുമ്പം നമ്മൾ വായിച്ച ട്യൂണിലല്ലത്. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് ഇവൻ ജോസഫിൻ്റെ ആ ട്യൂണിലല്ല അവരത് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് അവർ ഇനി പറഞ്ഞെന്നറിയോ, ഇത് ജോസഫിൻ്റെ മോനല്ലേ. ഏത് ജോസഫിൻ്റെ? അതാണ് പ്രശ്നം. ഏത് ജോസഫിൻ്റെ? ആ വയസ്സൻ ജോസഫ്. ഏത്? ആ വലിയ കേമത്തൊന്നും ഇല്ലാത്തൊരു ജോസഫ് ഇല്ലേ? ഏത്? നമ്മുടെ വീട്ടിലെ പണ്ട കോഴിക്കൂട് ഉണ്ടാക്കാൻ വന്ന, പട്ടിക്കൂട് തട്ടിക്കൂട്ടാൻ വന്ന ആ മരപ്പണിക്കാരൻ, ആ തച്ചൻ, അവൻ്റെ ചെറുക്കനല്ലേ ഇത്? പ്രശംസിച്ചു, അത്ഭുതപ്പെട്ടു, എന്നിട്ട് നേരെ താഴെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഇയാളല്ലേ അത്? അത്രയേ ഉള്ളൂ. ആളിതല്ലേ, ആ ജോസഫിന്റെ മോനല്ലേ, ഒരു വിലയില്ലാത്ത ആ നിന്ദിനായ തച്ചന്റെ മോനല്ലേ ഇവൻ, ആ ജോസഫിന്റെ മോനല്ലേ. അവൻ അവരോട് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ അവർ വേറെ ഒന്നും പറഞ്ഞില്ല. പ്രശംസിച്ചു, അത്ഭുതപ്പെട്ടു, കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ ജോസഫിന്റെ മകനല്ലേ. ഇത്രയും പറഞ്ഞ് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്താ പറയണത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ഇനി അതിന്റെ താഴെ സംഭവിച്ചത് എങ്ങനെ അറിയോ? വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. ഇത്രയും അവനെക്കുറിച്ച് നനച്ചു, പ്രശംസിച്ചു, അത്ഭുതപ്പെട്ടു, അവനെക്കുറിച്ച് നനച്ചു. അവരങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ പറയാൻ പോണത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. ഇനി നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയും, വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്ത് എന്ന പഴഞ്ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട്. അല്ലേ, മൊത്തം കഷണ്ടി പിടിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ മുടിക്ക് മരുന്ന് കൊടുത്താൽ ആരാ പോയി വാങ്ങുക? ശരീരത്തിൽ പാണ്ട് ബാധിച്ചിരിക്കുന്ന ഒരു വൈദ്യൻ പാണ്ടിന് മരുന്ന് കൊടുത്താൽ ആരെങ്കിലും പോയി വാങ്ങുമോ? വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ലുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് പറയും, കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. അടുത്തത് വായിച്ചോ. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിൽ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. മതി. അവർ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ഈ സ്വർഗീയ വചനങ്ങൾ കേട്ട് വളരെ പ്രശംസനീയമായ വാക്കുകൾ പറഞ്ഞു, അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതാ തച്ചൻ്റെ ചെറുക്കനല്ലേ, എന്നാൽ അവന് എന്തൊരു ജ്ഞാനമാണ്, എന്തൊരു നല്ല പ്രസംഗമാണ്, എന്ത് ഗംഭീരമാണ്, കേൾക്കാൻ കൊള്ളാം കേട്ടോ. അവർ നല്ല പ്രശംസ വാക്കുകൾ പറഞ്ഞു, അത്ഭുതപ്പെട്ടു. ചിരി പുച്ഛത്തോടെയാണ് കണ്ടത് എങ്കിലും. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അനേക വിധവകൾ ഉണ്ടായിരുന്നു. സരേഫാത്തിലെ ഒരു വിധവയല്ലാതെ വേറെ ആരും സുഖപ്പെട്ടില്ലല്ലോ. ഏലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ പുറജാതിക്കാരനായ നാമാനല്ലാതെ വേറെ ആരും സുഖപ്പെട്ടില്ലല്ലോ. ഇനി നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുക. യേശു ഈ 2 സ്റ്റേറ്റ്മെൻ്റ് അവിടെ നടത്തി. ഇത് എന്തെങ്കിലും അവരെ കുത്തി പറഞ്ഞതാണോ? അവർക്ക് വിഷമാകുന്ന എന്തെങ്കിലും കാര്യത്തിൽ പറഞ്ഞോ? എന്തെങ്കിലും പറ നിങ്ങൾ. ശരി, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയോ? നിങ്ങൾക്ക് ദേഷ്യം തോന്നി, ഇതൊന്ന് നിർത്തുവാണെങ്കിൽ പോയ കാര്യം. ഞാൻ അതല്ല ചോദിച്ചത്. ഈ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പം ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യപ്പെടാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. നിങ്ങൾ ആ വേദപുസ്തകം ഒന്ന് വായിക്കുമ്പോൾ ഒന്ന് ധ്യാനിച്ചു നോക്കി. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ കോപാകുലരായി. ജസ്റ്റ് തൊട്ട് മുമ്പ് എന്താ സംഭവിച്ചേ? കൊള്ളായിരുന്നു, എന്നെ നല്ല പ്രസംഗമാണ്, ആ ജോസഫിന്റെ ചെറുക്കനല്ലേ. 2 വാക്യം പറഞ്ഞുള്ളൂ. പഴയ നിയമത്തിലെ 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞു പ്രസംഗം നിർത്തിക്കോളാൻ പറഞ്ഞു. മതി പ്രസംഗിച്ചത്. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. ചോദ്യം നിങ്ങളോടാണ്, എന്തിനാണ് അവർ ദേഷ്യപ്പെട്ടത്? ഞാനൊരു ദൂത് പറയാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ, വിശുദ്ധ കുർബാന കാണാൻ പോകുമ്പോൾ, പങ്കെടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അതിനെ ഇങ്ങനത്തെ ചില വാക്കുകൊണ്ടങ്ങ് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മളിൽ അത് പ്രതിഫലിക്കില്ല. യേശുക്രിസ്തു അവരോട് ഈ സുവിശേഷ ദൂത് പറഞ്ഞപ്പോൾ അതൊന്നും അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയില്ല.
അവരുടെ ഹൃദയത്തെ തൊട്ടില്ല. അവർക്ക് മാനസാന്തര ബോധം ഉണ്ടായില്ല. ഞാൻ വന്നിരിക്കുന്നത് ഇന്നതിനാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാകുന്ന, പാപം തിരുത്തുന്ന, അശുദ്ധി തിരുത്തുന്ന, തിന്മ മാറ്റുന്ന, ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒന്നും അവർക്ക് തോന്നിയില്ല. അവർ പറഞ്ഞു പ്രസംഗം കൊള്ളാം, വേണേൽ സോദര കാഴ്ചയിട്ട് പോയിക്കൊള്ളാം. സഹോദര സഹോദരി, ഞാനൊരു ദൂത് പറയുന്നതാണ്. നീ കേൾക്കുന്ന ദൈവവചനത്തിന് മാർക്കിടുകയും നിന്റെ ബുദ്ധി കൊണ്ട് അതിനെ അളക്കുകയും അതിൻ്റെ അവർണ്ണനീയതയിലെ അത്ഭുതങ്ങളെ നീ കാണുകയും ചെയ്തു കഴിഞ്ഞാലും നിനക്ക് സുവിശേഷം കൊണ്ട് ഒരു ഗുണമില്ല. നീ കേൾക്കുന്ന ദൈവവചനം നിന്റെ ഹൃദയത്തെ തിരുത്തിക്കുന്നില്ല എങ്കിൽ, നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിനക്കൊരു മാറ്റം വരുത്തുന്നില്ല എങ്കിൽ, സുവിശേഷം നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ, സുവിശേഷം കേൾക്കുന്നതിൻ്റെ ഇമ്പം മാത്രമേ നിനക്ക് പ്രീതിപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ, ഇതാ ഈ ഓഡിയൻസിനെ വെച്ചുകൊണ്ട് ബൈബിൾ നമ്മളോട് പറയുകയാണ്, അടുത്ത നിമിഷം നിനക്ക് ഇഷ്ടപ്പെടാത്തൊന്ന് കേട്ടാൽ നിനക്ക് ഏതെല്ലാം ഇഷ്ടപ്പെട്ടോ അതെല്ലാം നീ ദൂരെ കളയും. നിനക്ക് ഇഷ്ടപ്പെടാത്തൊന്ന് കേട്ടാൽ നീ കോപാകുലനാകും. നീ പ്രസംഗം കേൾക്കുന്നതിന് ഇറങ്ങിപ്പോകും. അടുത്ത ആഴ്ച തൊട്ട് നീ വരികയില്ല. നീ എതിര് പറയും. നീ മാറി നിന്നിട്ട് എഴുതിയിടാൻ തുടങ്ങും. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എഴുതിയിടാൻ തുടങ്ങും. നിനക്ക് എതിർപ്പ് വരുന്ന ഓരോന്നിനെയും നീ പുച്ഛത്തോടെ കാണാൻ തുടങ്ങും. കാരണം സുവിശേഷം നിന്നെ മുറിപ്പെടുത്തുന്നില്ല, സുവിശേഷം നിന്നെ മാനസാന്തരപ്പെടുത്തുന്നില്ല, സുവിശേഷം നിന്റെ പാപത്തെ കഴുകാൻ നിന്നെ സഹായിക്കുന്നില്ല. പകരം സുവിശേഷം നിനക്കൊരു ഇമ്പം കേൾക്കുന്ന, ഒരു ഗാനമേള കേൾക്കുന്ന, ഒരു മിമിക്സ് പരേഡ് കാണുന്ന, ഏതോ ഒരു ചടങ്ങ് കാണുന്ന കേവലമായ ഒന്നുപോലെ അധപതിച്ച് കിടക്കുകയാണ്. എന്താണ് ഇവർക്ക് പറ്റിയത്? ഇത്രയും നേരം പ്രശംസിച്ച, അത്ഭുതപ്പെട്ട, കേമമാണെന്ന് പറഞ്ഞ ആളുകൾ ഈ നിമിഷം ഇങ്ങനെ കോപാകുലരാകാൻ കാരണം എന്താണ്? കാരണം ഒന്നേ ഉള്ളൂ. കാരണം കേട്ടുകൊള്ളുക. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, മശിഹ വരുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവിന്റെ പ്രതികാരത്തിന്റെ ദിവസം ഉണ്ടാകും. നമ്മുടെ കർത്താവിന്റെ പ്രതികാരത്തിന്റെ ദിവസം. ഓരോ യഹൂദന്റെയും തലയ്ക്കകത്ത് കിടക്കുന്നത് റോമാക്കാരോട്, അസീറിയക്കാരോട്, ഗ്രീക്കുകാരോട് പ്രതികാരം ചെയ്യുന്ന രാജാവ് വരുന്നത് കാത്തിരിക്കുന്നവർ. പ്രതികാരത്തിന്റെ അരൂപി തലയ്ക്കറി കിടക്കുകയാണ്. വെറുപ്പിന്റെ അരൂപി ഇവരുടെ തലയ്ക്കറി കിടക്കുകയാണ്. ഞങ്ങളുടെ തടസ്സത്തിന്, ഞങ്ങളുടെ ബന്ധനങ്ങൾക്ക്, ഞങ്ങളുടെ കഷ്ടതകൾക്ക്, ഞങ്ങളുടെ കണ്ണുനീരുകൾക്ക് കാരണമായവരോട് എതിർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. മശിഹ എന്ന രാജാവ് വരും. ആ രാജാവ് വന്നാൽ ആദ്യം ശത്രുക്കളെ കീഴ്പ്പെടുത്തി ഞങ്ങളിവിടെ ഒരു ഉത്സവം ആചരിക്കും. ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാരത്തിന്റെ ദിവസം. ആരാണ് ഞങ്ങളുടെ ശത്രുക്കൾ? യഹൂദന്റെ ശത്രുക്കൾ വിജാതീയരാണ്. വിജാതീയരോട് പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസം, അത് ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. യഹൂദന്റെ പ്രാർത്ഥനയിൽ ഓരോ വിജാതീയനും കാഫിറാണ്. അവനോട് പ്രതികാരം ചെയ്യുന്ന ദിവസം കാത്തിരിക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന രക്ഷകൻ എൻ്റെ ജീവിതത്തിലേക്ക് വരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, യേശു ക്രിസ്തു തന്റെ മാനിഫെസ്റ്റോ വിളംബരം ചെയ്തപ്പോൾ ഈ പ്രതികാരത്തിന്റെ കാര്യം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് ദേഷ്യം വരാനുള്ള കാരണം അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ടുകൊള്ളുക, നിങ്ങൾ കേട്ടുകൊള്ളുക. തിശ്ബിയിലെ പ്രവാചകനായി ഏലിയ വന്നപ്പോൾ അനേക വിധവകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ആ പുറജാതിക്കാരിയായ സരഫത്തിലെ വിധവയല്ലാതെ മറ്റൊരു വിധവയുടെ മേലും ദൈവശക്തി വെളിപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സ്വജാതികളുടെ ഇടയിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും ആ സിറിയക്കാരനെ പുറജാതിക്കാരൻ നാമാന്റെ ജീവിതത്തിലല്ലാതെ ദൈവം ഇടപെട്ടില്ല. പുറജാതിക്കാർ നിങ്ങളുടെ വെറുപ്പ് കാരണം കൊല്ലപ്പെടാനും നിങ്ങളുടെ പ്രതികാരം തീർക്കാനുമുള്ളവരല്ല, അവരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ല? ഞാൻ കടന്നു വന്നിരിക്കുന്നത് അവരെയും കൂടെ രക്ഷിക്കാനാണ്. ഇത് കേട്ടപ്പോൾ ഇവർ കോപാകുലരായി. മനസ്സിലായോ? ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ബൈബിൾ വായിച്ചപ്പോൾ പല പ്രാവശ്യം ചിന്തിച്ചു, ഇവരെന്തിനത് കേട്ടപ്പോൾ കോപാകുലരായത്? അവരുടെ ചിന്തയ്ക്കൊത്ത മശിഹ അല്ലത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഭാവനയ്ക്കൊത്തവനല്ല ദൈവം. ദൈവത്തിന്റെ ഭാവനയിലേക്ക് നമ്മൾ ഉയരുക, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മൾ ഉയരുക. നമ്മളെങ്ങനെയാ? നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാണ്, നിന്റെ രാജ്യം വരണം. അടുത്തന്നതാ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അങ്ങനെ ഞാനും പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിക്കും. പക്ഷെ അതിൻ്റെ താഴെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം തന്നെ ആയിരിക്കണം. അത് ഇച്ചിരി നിർബന്ധമുള്ള കാര്യമാണ്. നിന്റെ ഇഷ്ടം നടന്നോട്ടെ, പക്ഷെ നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഒന്നായിരിക്കണം. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല. അടുത്ത ഭാഗം അതിൻ്റെ താഴെ നിന്ന് വായിച്ചേ, 29-ാമത്തെ വചനം. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന. ഇപ്പോൾ ഇത്രയും നേരം പ്രശംസിച്ച് കൊള്ളാം, അടുത്ത ആഴ്ച സാറ് വന്ന് പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര്
അവനെ പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും അവനെ ചെയ്തു. പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, വാ അങ്ങോട്ട് വാ. മലയുടെ മുകളിൽ കൊണ്ട് തള്ളിയിടാനുള്ള കമ്മിറ്റി അവിടെ കൂടി തുടങ്ങി. അവർ പറഞ്ഞു, ഇനി ഇവനെ പ്രസംഗിക്കാൻ അനുവദിക്കരുത്. മാത്രമല്ല, ഇവന്റെ ഈ പ്രസംഗ ശബ്ദം നാട്ടിൽ ആരും കേട്ടേക്കരുത്. അവരേറ്റവും വലിയ മലയുടെ മുകളിലേക്ക് അവനെ കൊണ്ടുപോയി തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചു. തൊട്ടു താഴെ ലൂക്കോസ് സുന്ദരമായൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ആരുടെ ഇടയിലൂടെ? ഇവന്റെ പ്രസംഗം കൊള്ളാം, ഇവന്റെ ആരാധന കൊള്ളാം, എന്തൊരു അത്ഭുതകരമായ സന്ദേശമാണ് ഇവന് നൽകുന്നതെന്നൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെട്ട ആളുകൾ, കേമത്തം പറഞ്ഞ ആളുകൾ ലൂക്കോസ് ഇങ്ങനെയാണ് എഴുതി വെച്ചത്. എന്നാൽ അവർ അവനെ കൊല്ലാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവനാകട്ടെ അവരുടെ ഇടയിലൂടെ അവിടം വിട്ടുപോയി. ഞാനന്നേരം ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവേ, ഞാനും ഈ ടൈപ്പ് ആള് തന്നെയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകളുമായിട്ട് ഞാൻ വരും. കൊച്ചിൻ്റെ പ്രൊജക്റ്റ്, മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. അന്നേരം അവിടുന്ന് ഇടയിലൂടെ പോകരുത്, ഇടപെട്ടിട്ടേ പോകാവുള്ളൂ, ഇടയിലൂടെ പോകരുത്. സത്യത്തിൽ ദൈവം നമ്മുടെ ഇടയിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇടപെട്ടിട്ട് പോകുന്നില്ല. ശരിയാണ്, നമ്മൾ എത്ര ഗംഭീരമായിട്ട് ആരാധനയിൽ പങ്കുചേർന്നു, എത്ര നല്ല വാക്ക് പറഞ്ഞു, അയ്യോ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പള്ളിയാണ്, നല്ല ശുശ്രൂഷയാണ്, എല്ലാം കേമം. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടോ? എന്താ ഇടപെടാത്തതിൻ്റെ കാരണം? എൻ്റെ ബോധ്യത്തിനനുസരിച്ചല്ല ദൈവം സംസാരിക്കുന്ന, ഇടപെടുന്നത്. ദൈവത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് എന്നെ കാഴ്ചവെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവർ പറഞ്ഞു, വൈദ്യ, കഫർനാമിൽ ചെയ്തത് നീ ഞങ്ങളുടെ ഇടയിൽ ചെയ്യാന്ന് നിങ്ങൾ പറയും. കഫർനാമിൽ ചെയ്തത് നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ചെയ്യും, പക്ഷെ അതല്ല ആദ്യം ചെയ്യുന്നത്. എന്താ കഫർനാമിൽ ചെയ്തത്? കഫർനാമിൽ യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മർക്കോസിന്റെ സുവിശേഷം 1:21 നമ്മൾ ഈ ഡെയിലി റീഡിങ്സിൽ വായിക്കുന്നതാണ്. അവൻ കഫർനാമിൽ പ്രവേശിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ വന്നു. അവൻ അശുദ്ധാത്മാവിനെ പുറത്താക്കി. അവന്റെ പ്രശസ്തി അവിടെ മുഴുവൻ വ്യാപിച്ചു. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പഴയ നിയമത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ പുറത്താക്കുമായിരുന്നു. എന്നാൽ യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കി ആ മനുഷ്യനെ പാളയത്തിനകത്ത് കയറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടയിൽ കഫർനാമിൽ പ്രവർത്തിച്ചത് ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ ദുർചിന്ത ആദ്യം മാറണം. ഇപ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ചിന്ത ദുഷ്ടന്റെ ചിന്തയാണ്. കൊല്ലണം, ഇല്ലാതാക്കണം, കലഹത്തിന്റെ അരൂപിയാണ്, വിദ്വേഷത്തിന്റെ അരൂപിയാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്, ജീവന്റെ അരൂപിയല്ല. അതുകൊണ്ട് കഫർനാമിലെ അത്ഭുതമല്ല നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പറ്റുന്നത്. ഞാനത് ചെയ്താൽ നിങ്ങൾ എന്നോട് പറയും, ഒരു പ്രവാചകൻ ഒരു സ്വന്തം നാട്ടിൽ സ്വീകാര്യനല്ല. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, അശുദ്ധാത്മാക്കളെയാണ് ബഹിഷ്കരിക്കേണ്ടത്. അതിന് കൽപ്പനയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, മാതാപിതാക്കന്മാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന്, അയൽവാസികളിൽ നിന്നൊക്കെ നമുക്ക് പല ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. സത്യത്തിൽ അത് അവരോടല്ല നമ്മുടെ പോരാട്ടം വേണ്ടത്. നമ്മുടെ പോരാട്ടം ആരോടായിരിക്കണം വേണ്ടത്? എഫെസ്യ ലേഖനം 6:12 വചനം വായിച്ചേ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടുള്ള പോരാട്ടം ദൈവമക്കൾക്കില്ല. എന്താണ് ഈ മാംസവും രക്തവും എന്ന് പറഞ്ഞാൽ? മാംസം പ്ലസ് രക്തം സമം മനുഷ്യൻ. മാംസരക്തങ്ങളോടല്ല നമ്മുടെ പോരാട്ടം. പിന്നെ ആരോടാണ്? പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. സ്വർഗീയ ഇടങ്ങളിൽ വരെ കയറി വരാൻ സാധ്യതയുള്ള തിന്മയുടെ ദുരാത്മാക്കളോട് പോരാടുക. എങ്ങനെയാണ് പോരാടുക? നോമ്പും പ്രാർത്ഥനയായിട്ട്. അതാ പറയുന്നത്, നോമ്പാൽ ശോഭിതനായി മോശ ഏലിയ നിബി വാനേറി, നോമ്പാലെ ചെറുപൈതങ്ങൾ ചൂളത്തി ഇല്ലാതാക്കി, മോശയും ഏലിയായും അവർ നൂറ്റുപവാസം, യേശുവും ഈ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചു. നോമ്പും പ്രാർത്ഥനയും. അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാനുള്ള ഏക വഴി നോമ്പും പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ ദുരാത്മാവിനെ ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റാത്തത്? യേശു പറഞ്ഞു, പ്രാർത്ഥനയാലല്ലാതെ. ചില വേർഷൻസിൽ ഇങ്ങോട്ടും കൂടെ എഴുതി, ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ അശുദ്ധാത്മാക്കൾ ബഹിഷ്കരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില തിന്മയുടെ അരൂപികൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും. അവ വിട്ടുപോകാനുള്ള ഒരേ ഒരു വഴി
ഉപവാസവും പ്രാർത്ഥനയും എടുക്കുക എന്നുള്ളതാണ്. കൈപൊക്കണമെന്നില്ല. കഴിഞ്ഞ ഒരാഴ്ച തിങ്കൾ തൊട്ട് വെള്ളി വരെ നോമ്പ് ദിവസങ്ങളിൽ എത്ര പേർക്ക് ഉപവാസം എടുക്കാൻ പറ്റി? കൈപൊക്കണ്ട. എത്ര പേർക്ക് ഉപവാസം എടുക്കാൻ പറ്റി? എത്ര പേര് കുമ്പിട്ട് പ്രാർത്ഥിച്ചു? എത്ര പേര് ഈ ശരീരത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ തീഷ്ണതയോടെ സമർപ്പിച്ചു? എത്ര പേർ വിശുദ്ധിയോടെ ഇതിനെ കൊണ്ടു നടന്നു? പറയപ്പെട്ടവരെ, ഒരാഴ്ച കഴിഞ്ഞു. നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ശരിയാണ്, നമുക്ക് വലിയ കുഷ്ഠമൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ ശരീരത്തിന് വലിയ കുഷ്ഠമൊന്നുമില്ല. അഥവാ ഇനി ശരീരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് മോഡേൺ മെഡിസിൻ എല്ലാം വന്നിട്ടുണ്ട്, അതിനെല്ലാം സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആത്മീയതയിൽ കുഷ്ഠമുണ്ടോ? സ്പിരിച്വൽ ലെപ്രസി. എന്താണ് ഈ കുഷ്ഠത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നറിയാമോ? ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ഉണ്ടായാൽ ആദ്യത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? കുഷ്ഠരോഗമുള്ള വ്യക്തിയുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തലച്ചോറും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകും. ശരീരത്തിലെ ബന്ധങ്ങൾ വിട്ട് പല സ്ഥലത്ത് സെൻസ് നഷ്ടപ്പെട്ടു പോകും. കൈകളിലെ ചില ബന്ധങ്ങൾ അറിയില്ല, സെൻസ് നഷ്ടപ്പെടും. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ കുഷ്ഠരോഗികൾ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ രാവിലെ നോക്കുമ്പോൾ വിരൽ കാണില്ല, എലി കടിച്ചുകൊണ്ട് പോകും. അവരറിയില്ല എലി കടിച്ചത്. കാരണം അവിടെ തൊട്ടതും പിടിച്ചതും അവർക്ക് തൊട്ടാൽ അറിയില്ല, വേദനയില്ല, സ്പർശന ശക്തിയില്ല, സെൻസ് ഇല്ല. കുഷ്ഠരോഗത്തിൻ്റെ ഒരു ലക്ഷണം അതാണ്. ചില സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് ഈ സ്പർശനമില്ല, ബന്ധമില്ല. ആത്മീയ കുഷ്ഠതയുടെ ആദ്യത്തെ ലക്ഷണമാണ് ദൈവം നമുക്ക് തന്ന ചില ബന്ധങ്ങളോട് നമുക്കിപ്പോൾ ബന്ധമില്ല. ഹല്ലേലൂയ. ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. കുഷ്ഠം ബാധിച്ചതുപോലെ മാതാപിതാക്കന്മാരുമായുള്ള ബന്ധം, സെൻസ് ഇല്ലപ്പം, ഫീലിങ്സ് ഇല്ല. സെൻസേഷൻ എന്ന് പറയുന്നത് ഫീലിങ്സ്, തൊട്ടത് അറിയുന്നില്ല. അപ്പൻ്റെ കണ്ണുനീര് കാണുമ്പോൾ, അമ്മയുടെ നെടുവീർപ്പ് കാണുമ്പോൾ, അമ്മയ്ക്ക് പുറം വേദനയാണെന്ന് പറയുമ്പം, അപ്പന് കാലുവേദനയാണെന്ന് പറയുമ്പം മക്കൾക്കത് ഫീല് ചെയ്യുന്നില്ല. ജീവിത പങ്കാളിയുടെ പോക്കറ്റിൽ പണമില്ല, ഭാര്യയ്ക്കത് മനസ്സിലാവുന്നില്ല. മാതാപിതാക്കന്മാരുടെ വേദന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കുഞ്ഞുങ്ങളുടെ നെടുവീർപ്പ് അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഈ ബന്ധങ്ങളിലുള്ള ഫീലിങ്സ് നഷ്ടപ്പെട്ടു. കുഷ്ഠത്തിൻ്റെ അടയാളമാണത്. ആത്മീക കുഷ്ഠം ബാധിച്ച ജനം, ശരീരത്തിൽ കുഷ്ഠം ബാധിച്ചപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചിന്നിച്ചിതറി വാഴപ്പിണ്ടി വെട്ടിക്കണ്ടിച്ചിടുന്നത് പോലെയൊക്കെ പോകാൻ തുടങ്ങി. ആത്മീയ കുഷ്ഠം ബാധിച്ചവരുടെ ജീവിതത്തിലേക്ക് നോക്കി അറിയാം, ബന്ധങ്ങൾ ഇങ്ങനെയാണ്. കാരണം എന്തറിയോ? ഈ ബന്ധങ്ങളിലൂടെ ഒഴുകേണ്ടതായ ഈ രക്തഓട്ടമൊന്നും വേണ്ട പോലെയില്ല. ഈ റിലേഷൻസ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. 2, ഇതൊരു പകർച്ചവ്യാധിയും കൂടിയാണ്. ആ കാലഘട്ടത്തിൽ മാരകമായ പകർച്ചവ്യാധിയാണ്. ഈ കൊറോണയേക്കാൾ ഭീകരമാണത്. 8 or 10 വർഷങ്ങൾ കൊണ്ടൊക്കെയാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഈ കുഷ്ഠരോഗത്തിൻ്റെ ബാക്ടീരിയ പ്രവർത്തിച്ച് അയാൾ ഒരു കുഷ്ഠരോഗിയെ മാറുന്നത്. തുടക്കത്തിൽ അറിയില്ല, ചെറിയ ചെറിയ പാടുകൾ വരും, പിന്നെ ഇത് മൊത്തം കൂടും. കുഷ്ഠം അങ്ങനെ വ്യാപരിക്കുന്നു, പകരും. കുഷ്ഠം പെട്ടെന്ന് ഇങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ബാക്ടീരിയ ആയിട്ട് കിടക്കുന്നു, പകരുന്നു. പകർച്ചവ്യാധിയൊന്നും അടുത്തവന് രോഗിയെ തീരുന്നു, അടുത്ത് നിൽക്കുന്നവർ രോഗികളായി മാറുന്നു. എന്താണ് ഈ ആത്മീയത കുഷ്ഠം? ചില ആളുകളുടെ ഉള്ളിൽ ചില കുഷ്ഠം കയറി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് അല്ലേ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില തെറ്റിദ്ധാരണ, അന്ധവിശ്വാസങ്ങൾ, ചില പാപചിന്തകൾ, അശുദ്ധി, തിന്മ, അതിങ്ങനെ പറഞ്ഞ് ഏഷണി പറഞ്ഞ് കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ പകർന്ന് മറ്റുള്ളവരെയും കൂടെ നശിപ്പിക്കുക. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. നമുക്കറിയാം, നമുക്കിന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ ഒരു സുഹൃത്തിന് അവൻ്റെ ആത്മീക വളർച്ചയ്ക്കും മനസ്സിനൊരു സന്തോഷത്തിന് അല്ല എങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക. ഇനി ആളെക്കുറിച്ചൊരു കുറ്റം കേട്ടു, എന്നാൽ പിന്നെ കൊള്ളാം, അവനെക്കുറിച്ചൊരു കുറ്റമാണ്, നീയും കൂടെ കേട്ടോ, ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളിലൂടെ തീരട്ടെ, അത് പകരാതിരിക്കട്ടെ. എന്തെല്ലാമാണെന്ന് പകർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റിദ്ധാരണ പരത്തിവിടുക. ഇതൊരു പൈശാചിക ശക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളിത് തിരുത്താന്നതിൻ്റെ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് തിരുത്തരുത്. ഇങ്ങനെയുള്ള തിരുത്തല്ല ചെയ്യുക. മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയോ? തിന്മയ്ക്ക് ഒരൊറ്റ ലക്ഷണമുള്ളൂ: മനുഷ്യരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക, ഭിന്നത ഉണ്ടാക്കുക. ദൈവമക്കളുടെ പ്രത്യേകത അത് തിരുത്താൻ പോകുക എന്നുള്ളതല്ല, മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുക. ചില മേഖലകളിൽ നമുക്ക് അവഗണനയും ചീത്തപ്പേരും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ ചില സമയങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ വിചാരിച്ചു, എൻ്റെ ഒരു ചെറിയ പ്രത്യേകത എങ്ങനെയായിരുന്നു, ആരെന്തെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വെട്ടിത്തിരുത്താനുള്ള ശ്രമത്തിലായിരിക്കും. ഫോൺ വിളിച്ചെങ്കിൽ ഫോൺ വിളിച്ച് 4 ആരോട് പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞ്. പക്ഷേ എനിക്ക് മനസ്സിലായി അതെല്ലാം കൂടുതൽ കലഹങ്ങളിലേക്കും അസ്വസ്ഥതയിലേക്കും, അതൊന്നും തിരുത്തപ്പെടുന്നൊന്നുമില്ല. പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്.
അപ്പം ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അത് കൂടി. അപ്പം എനിക്കാകെ വിഷമമായി. അപ്പം ഞാനൊരു ധ്യാനഗുരുവിനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ചില കാര്യങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞത് ക്ലാരിഫൈ ചെയ്ത് അങ്ങനെയാക്കുക എന്നുള്ളതാണ്, പക്ഷെ അതൊരു ആത്മീയമായിട്ട് അങ്ങോട്ട് എനിക്കൊരു ആരോഗ്യം തരുന്നില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെന്താ ചെയ്യേണ്ടത്, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, അത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കുന്നില്ല. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഉപദ്രവിക്കുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞത് തെറ്റാണ്. അവരച്ഛനെക്കുറിച്ച് പറയുന്ന ഓരോന്നും അച്ഛൻ്റെ ഹൃദയത്തിന് വേദനകൾ ഉണ്ടാക്കുന്നു, മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഉപദ്രവം. പ്രത്യക്ഷമായിട്ട് ശരീരത്തിലൊന്നും ചെയ്യുന്നില്ല. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അവൻ്റെ തലയിൽ ഇടുത്തി വീഴണമേ. അങ്ങനെയാണോ? അല്ല, അവനെ ദൈവസ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ, അവർ അനുഗ്രഹിക്കപ്പെടണമേ, അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ തിന്മയുടെ അരൂപി വിട്ടുപോകണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലോ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ആദ്യം തിളച്ചു മറിയാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആത്മീക കുഷ്ഠത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. എന്തൊക്കെയാണ് ആത്മീക കുഷ്ഠം? ഞാൻ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം. ശാരീരിക കുഷ്ഠമല്ല ഞാൻ ഈ പറയുന്നത്, ആത്മീക മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീകതയെ തകർക്കുന്ന കുഷ്ഠങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. നിങ്ങൾ എല്ലാ തിന്മയും, തിന്മ പ്രവൃത്തികൾ ഒരാത്മീക കുഷ്ഠമാണത്. ഈ തിന്മ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ പല ബന്ധങ്ങൾ നഷ്ടപ്പെടും. നന്മ ചെയ്യേണ്ട സ്ഥലത്ത് തിന്മ ബന്ധങ്ങളിലേക്കുള്ള നമ്മുടെ ഒഴുക്ക് നിൽക്കും, തിന്മ വ്യാപിക്കും. അത് അനേകരെ, അത് കൺസ്ട്രക്റ്റീവ് അല്ല ഡിസ്ട്രക്റ്റീവാണ്, തകർക്കും, നശിപ്പിക്കും. തിന്മ പ്രവൃത്തികൾ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി, ഈ തിന്മ മറ്റുള്ളവർക്ക് നാശം വരുത്തുന്നതാണെങ്കിൽ തിന്മ പ്രവൃത്തി. അടുത്തത് വഞ്ചന, ചതി, വഞ്ചന, കുടുംബജീവിതത്തിൽ വഞ്ചന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പങ്കാളിയെ വഞ്ചിക്കുക, പഠിക്കാൻ വിട്ട മക്കൾ മാതാപിതാക്കന്മാരെ വഞ്ചിക്കുക, ബിസിനസ്സിൽ കൂട്ടുകാരനെ വഞ്ചിക്കുക. വഞ്ചന, എൻ്റെ ലാഭത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ താല്പര്യത്തിന് വേണ്ടി വഞ്ചന. നമ്മളൊരു കാര്യം ഓർക്കണം, അവിശ്വസ്തന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കില്ല. വഞ്ചിക്കുന്നവന്റെ, ചതിക്കുന്നവന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കില്ല. ഇനി കരഞ്ഞ് പ്രാർത്ഥിച്ച് ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടിയാലും കേൾക്കില്ല. എത്ര ഒന്നാലോചിച്ച് നോക്കി. ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു ഹൃദയമുള്ളൊരു വ്യക്തി, ജീവിതത്തിൽ ഒരു വേദനയും പ്രയാസം വന്നു, അവൻ പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണീരിങ്ങനെ ഒഴുകി പള്ളിയിലെ ബലിപീഠം മൂടി. ടാപ്പിലെ വെള്ളം വെച്ചാൽ പോലും ബലിപീഠം മൂടില്ല. എന്നാൽ കരഞ്ഞ് ബലിപീഠം മൂടി. സ്വർഗം പറയും, എനിക്ക് പ്രാർത്ഥന ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞതല്ല, മാലാഖി പ്രവചനം 2-ാം അധ്യായത്തിൽ കിടക്കുകയാണ്. മാലാഖി പ്രവചനം 2-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾ ഇതും ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല, നിങ്ങളുടെ ബലികൾ കൈക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ബലിപീഠം തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു. അടുത്ത വചനം, മാലാഖി 2:14. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടിയെ അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു. ദൈവം ചില ബന്ധങ്ങൾ നിനക്ക് തന്നു. യൗവനത്തിൽ നിന്നെയും നിന്റെ പങ്കാളിയും ചേർത്തു. എന്നിട്ട് കർത്താവ് അതിന് സാക്ഷിയായിരുന്നു. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, കർത്താവ് സാക്ഷിയായിരുന്നു. ശരിയാണ്, നമ്മുടെ കല്യാണത്തിന് വേറെ 2 പേർ സാക്ഷി നിന്നിട്ടുണ്ട്. അവർ സാക്ഷി നിന്ന് പേരും അഡ്രസ്സ് എഴുതിയിട്ട് അവർ പോയി. പക്ഷെ 3 സാക്ഷികളുണ്ടായിരുന്നു. കർത്താവ് സാക്ഷിയായിരുന്നു. നിന്റെ അവിശ്വസ്തത, നീ തേങ്ങിക്കരഞ്ഞ് ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടിയാലും പ്രാർത്ഥന കേൾക്കില്ല. വഞ്ചിക്കുന്ന ഹൃദയങ്ങൾ, മറ്റുള്ളവരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഹൃദയങ്ങൾ. 1 പത്രോസ് 2-ന്റെ അടുത്ത വചനം. കാപട്യം, അസൂയയും. എന്താണ് ഈ കാപട്യം എന്ന് പറഞ്ഞാൽ? ഉള്ളിലൊന്ന് പുറമെ വേറൊന്ന്. ഉള്ളിലുള്ളതല്ല പുറമെ കാണിക്കുന്നത്. മറ്റു മനുഷ്യരുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കാപട്യങ്ങൾ, കപടത, ഉള്ളിൽ വേറൊന്ന് വെച്ചുകൊണ്ട് പുറമെ കാട്ടിക്കൂട്ടുന്ന സ്നേഹപ്രകടനങ്ങൾ, ഉള്ളിൽ വേറൊന്ന് വെച്ചിരിക്കുന്നത് കാപട്യം. അസൂയ. മാരകമായൊരു വിഷമാണത്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. ഇത് പ്രസംഗിക്കുമ്പം എനിക്കറിയാം ഞാൻ കേമനല്ല, എൻ്റെ ഉള്ളിൽ പലപ്പോഴും ഇത് ജ്വലിക്കുന്നു. ഈ സാധനം ഇങ്ങനെ ജ്വലിച്ചു വരുന്നു. അത് ജ്വലിക്കുമ്പോൾ എനിക്കറിയാം അത് നശിപ്പിക്കുകയാണ്. അത് വളർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരു വചന പ്രഘോഷണത്തിന് പോകുന്നതിന് മുമ്പ് അസൂയയുടെ അരൂപിയിൽ ബന്ധിക്കപ്പെട്ടാൽ ഞാൻ അന്നേരം അറിയുന്നുണ്ട്, ആ പ്രസംഗം പോലും എനിക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. ഇത് മാരകമായൊരു ദോഷമാണ്. ഇത് വിട്ടുമാറാന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് മാരകമായൊരു കുഷ്ഠമാണ്. എന്താണ് അസൂയ?
മറ്റൊരാൾക്ക് കിട്ടുന്ന നന്മ കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. പകരം ഞാനിങ്ങനെ നെടുവീർപ്പിട്ടിട്ട് അയ്യോ അവർക്കത് കിട്ടിയല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് കിട്ടിയിരുന്നു എങ്കിൽ, ഈ ചിന്ത എന്നെ അലട്ടുകയാണ് പിശാച്. അവരുടെ മക്കൾക്ക് അത് കിട്ടി, അവരുടെ തലമുറയ്ക്ക് അത് കിട്ടി, അവരുടെ ജീവിതത്തിൽ അത് കിട്ടി, അവർക്കത് കിട്ടി, എനിക്കത് കിട്ടിയില്ല, എനിക്ക് ഈ സംരക്ഷണം കിട്ടിയില്ല, ഇതോർത്ത് ഭയപ്പെടുകയാണ്. ഇതാ ഏലീശ പ്രവാചകൻ സിറിയൻ രാജാവ് അവൻ്റെ കൊട്ടാരത്തെ, അവൻ്റെ കുടിലിനെ, അവൻ്റെ ജീവിതത്തെ ആക്രമിക്കാൻ വന്നു. ഏലീശയുടെ കുടിലിന് ചുറ്റും സിറിയക്കാർ പട്ടാളമായിട്ട് വന്നു. പ്രവാചകന്റെ വേലക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ സിറിയൻ സൈന്യത്തെ കണ്ട് പേടിച്ച് വിറച്ച് നിലവിളിച്ചു. അപ്പോൾ ഈ വേലക്കാരൻ ഒരു പക്ഷെ ചിന്തിച്ചു കാണും, ഓ ദൈവമേ, അപ്പുറത്തെ വീട്ടിലായിരുന്നു ഞാനെങ്കിൽ, അവിടെ ഈ സൈന്യം വന്നിട്ടില്ല, അവിടെ നല്ല കോട്ട മതിലുണ്ട്, അവിടെ നല്ല പട്ടിയുണ്ട്, അവിടെ നല്ല വേലക്കാരുണ്ട്, യോദ്ധാക്കളുണ്ട്, ഇവിടെ ഒന്നുമില്ല. ഈ പ്രവാചകന്റെ കുടിലിന്റെ ചുറ്റും ഒരു സംരക്ഷണവും ഇല്ലല്ലോ. അവൻ അപ്പുറത്തേക്ക് നോക്കി അസൂയപ്പെടുകയും ഇവിടെ നോക്കി പരിതപിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതമാണ്, വേറെ ചിലർക്ക് കിട്ടിയിരിക്കുന്ന നന്മകൾ അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ആകുലപ്പെടുകയും നമ്മുടെ നിസ്സഹായതയിൽ നമ്മൾ വിഷമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏലീശായിലേക്ക് നോക്കുക. അപ്പോൾ ഏലീശായോട് ഇവൻ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കൊള്ളുക, സിറിയൻ സൈന്യം വളഞ്ഞിരിക്കുന്നു. ഏലീശ കണ്ണുകൾ അടച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവമേ, ഇവന്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ. എന്തിന്? യഹോവ എനിക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ ഇവൻ കാണട്ടെ. എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ ഇവൻ കാണട്ടെ. ഇവൻ നോക്കുമ്പോൾ എൻ്റെ കൂടാരത്തിന് ചുറ്റും വലിയ വൻ മതിലുകളില്ല, യോദ്ധാക്കളില്ല, AK-47 പിടിച്ച ആളുകളില്ല. പക്ഷെ സ്വർഗത്തിലെ ആഗ്നേയ രഥങ്ങളും സൈന്യങ്ങളും എൻ്റെ കൂടാരത്തിന് ചുറ്റും നിൽക്കുന്ന സ്വർഗീയ നന്മ ഇവൻ കാണട്ടെ. പ്രിയപ്പെട്ടവരെ, അസൂയയുടെ അരൂപിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ഇതാണ്. ദൈവം എനിക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന നന്മയെ ഞാൻ കാണുക. ഉണ്ട്, നമുക്ക് വേണ്ടി ദൈവം ചില നന്മകൾ ഒരുക്കിയിട്ടുണ്ട്, അത് നാം പ്രാപിക്കണം. അത് അപ്പുറത്തെ വീട്ടിലേക്ക്, അത് അവർക്ക് കൊടുത്തിരിക്കുന്ന നന്മയാണ്. നമുക്കുള്ള നന്മ നമ്മുടെ കയ്യിലുണ്ട്, അത് ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. അത് സ്വീകരിക്കാൻ നാം അർഹരാണ്. 1 പത്രോസ് 3:9 പറയാണ്, അനുഗ്രഹം അവകാശമാക്കിയ ജനമാണ് നാം. പത്രോസിന്റെ ബാക്കി, അപവാദവും ഉപേക്ഷിക്കുവിൻ. അപവാദം ആരെ കുറിച്ച്? ഉപേക്ഷിക്കുക. ആത്മീയ കുഷ്ഠമാണത്, അപവാദം. മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുക, നോണ പറഞ്ഞു നടക്കുക. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇല്ലാത്തത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ആരുടെയെങ്കിലും നന്മ കാണുമ്പോൾ നന്മ പ്രഘോഷിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും അതിനൊന്ന് വലിച്ച് ചാടിച്ചിടാനുള്ള സാധനം, അത് ആരെയും പറഞ്ഞൊരു കാര്യമില്ല. ഒരു അരൂപിയാണത്, ഒരു ദുഷ്ടാരൂപിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ധരിക്കരുത് ഞാനിങ്ങനെ പ്രസംഗിച്ചത് ഒരു ശാസന രീതിയിൽ അച്ഛൻ വലിയ ഇല്ല. എൻ്റെ ഉള്ളിലുണ്ട് ഈ സാധനം. ഈ അപവാദത്തിൻ്റെ, കാപഢ്യത്തിൻ്റെ, ദുഷ്ടതയുടെ, വഞ്ചനയുടെ, ചതിയുടെ ഈ അരൂപി നമ്മളിന്ന് വിട്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾ കുഷ്ഠരോഗിക്ക് തുല്യമാകും. പതുക്കെ ഇത് നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നും. ആര് നമ്മളെ രക്ഷിക്കും? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക. ഈ യേശുക്രിസ്തുവിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗി സുഖപ്പെട്ടത് അതിനു മുമ്പ് 800 വർഷങ്ങൾക്ക് മുമ്പാണ്. നാമാൻ കുഷ്ഠം മാത്രം അങ്ങനെ സുഖപ്പെട്ട് നമ്മൾ കാണുന്നില്ല. 800 വർഷങ്ങൾക്ക് മുമ്പ് നാമാൻ സുഖപ്പെട്ട ചരിത്രമാണ് ഇവർക്ക് അറിയുന്നത്. ബാക്കി കുഷ്ഠരോഗികളെല്ലാം പാളയത്തിന് പുറത്ത് എച്ചിൽ തിന്ന് ചത്ത് അവരെവിടെയെങ്കിലും വലിച്ചെറിയലാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, കർത്താവേ, എന്നെ ശുദ്ധനാക്കണം. എന്തിനെ ശുദ്ധനാക്കുന്നത്? സുഖപ്പെടുത്തണമെന്നല്ല, ശുദ്ധനാക്കണം. അശുദ്ധന് കർത്താവിൻ്റെ അരികിൽ നിൽക്കാൻ പറ്റില്ലത്രേ. ആരാധിക്കണമെങ്കിൽ വിശുദ്ധി വേണം, പ്രാർത്ഥിക്കണമെങ്കിൽ വിശുദ്ധി വേണം. കുഷ്ഠരോഗിക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ല, അവൻ അശുദ്ധനാണ്. ദൈവമേ എന്ന് വിളിക്കാൻ അവന് യോഗ്യതയില്ല, അശുദ്ധനാണ്. അപ്പൊ ഇവനറിയാം, എനിക്ക് എൻ്റെ യഹോവേ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ല. ഒരു നനഞ്ഞ തുണി ഇങ്ങനെ വായുടെ മുകളിൽ, മേൽചുണ്ടിൻ്റെ മുകളിൽ വെച്ച് കയ്യിലൊരു മണി കെട്ടുക, അല്ലെങ്കിൽ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുക, അശുദ്ധനാണെന്ന് വിളിച്ചു പറയുക. ഒറ്റയ്ക്ക് താമസിക്കണം, ക്വാറന്റൈൻ. ഇതാണ് കുഷ്ഠരോഗിയുടെ അവസ്ഥ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവന് യോഗ്യതയില്ല. അവൻ യേശുവിനെ കണ്ടിട്ട് ആരവനോട് പറഞ്ഞു കൊടുത്തു, ആരവനെ ഉദ്ഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവന് മനസ്സിലായി, ഈ ജോസഫിന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞ് എൻ്റെ പള്ളിയിലെ ആളുകൾ പരിഹസിച്ച, ചുറ്റുപാടുകൾ നിന്ദിച്ച ഈ ചെറുപ്പക്കാരൻ, അവൻ എന്നെ കല്ലെറിയില്ല. അവൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നാൽ അവൻ എന്നെ ശുദ്ധനാക്കും. അവൻ അങ്ങനത്തെ ഒരു മനസ്സുണ്ട്. അത് ഈ കുഷ്ഠരോഗിക്ക് കിട്ടി. അവൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെ അടുക്കലല്ല, നസ്രായനായ യേശുവിൻ്റെ അടുക്കലേക്ക് നോക്കി പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഒട്ടും വ്യത്യാസമില്ല, തിരിച്ചു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. അത്രയും പറഞ്ഞാൽ മതി, തീർന്നില്ല. തൊട്ടു. ഒരുവൻ കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. കുഷ്ഠരോഗിയെ തൊട്ടാൽ. അപ്പൊ ഇവനറിയാം, എന്നെ എങ്ങാനും ഈ യേശു തൊട്ടാൽ യേശു 7 ദിവസത്തേക്ക് അശുദ്ധനാകണം. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ പ്രത്യേക ബലികൾ കഴിക്കണം. ലേവ്യ 14 വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ, തൊടാനൊന്നും അയാൾ ആഗ്രഹിച്ചില്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ തൊടുവൊന്നും വേണ്ട,
യേശു പറഞ്ഞ മനസ്സുണ്ടെന്ന് മാത്രമല്ല, ഞാൻ നിന്നെ തൊടുകയും കൂടെ ചെയ്യാം. ആരും അവനോട് ചോദിച്ചില്ല, നീ ബാക്കി ബലി പൂർത്തിയാക്കിയോ? ചോദിച്ചില്ല. കാരണം നീ പുരോഹിതന്മാരെ കൊണ്ട് കാണിച്ചു കൊടുക്കുക, നിന്റെ കുഷ്ഠം വിട്ടുപോയി. നമ്മുടെ ആത്മീക കുഷ്ഠങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകാൻ ഇടവരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.